ദിവസം ഇവിടെ വീട്ടിലിരുന്ന് ഇവിടെയും ഇല്ല. മഴയെ കൊണ്ടിട്ടാണ് പരിപാടി കിട്ടാത്തത്. കിട്ടി അതിനെ ഇപ്പൊ ഇനി അടുത്ത മാസത്തിനായിരുന്നു പരിപാടി പങ്കെടുക്കാൻ പോകും. പ്രസിഡന്റിന്റെ അടുത്തൊക്കെ പോയപ്പോ എന്താണ് പറഞ്ഞത്? അത് പറയണ്ട, എല്ലാം നമ്മൾ കണ്ടു, ടിവിയിലൊക്കെ കണ്ടു. എല്ലാം സന്തോഷായിട്ട് അമ്മളും കൂടി ഞാനും കൂടിയിട്ട് രണ്ടാളും വരക്കാനൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചാണ് എനിക്ക് അവരുടെ കയ്യിൽ തന്നു. ഞാൻ വാങ്ങിയെടുത്തു. അതാണ് എന്റെ അതാണ് സത്യമായിട്ടാണ്. എന്തുകൊണ്ടാണ് വന്നതെന്ന് എന്നെ ചോദിച്ചു അമ്മള്, രാഷ്ട്രപതി അമ്മള്. അപ്പൊ ഞാൻ പറഞ്ഞു കേരളത്തിനിരുന്ന് ദേശീയ അവാർഡ് വാങ്ങിയനാണ്, അമ്മന്റെ കയ്യിനെ വാങ്ങിയനാണ്. ഞാൻ ഇന്ന് 2 ദിവസം ഡൽഹിനെ വന്ന് ഇരുന്ന് ഇന്ന് വാങ്ങി പോകാനാണ് ഞാൻ ഇവിടെ കയറി വന്നതെന്ന് ഞാൻ പറഞ്ഞു. അവൾ ഇംഗ്ലീഷിനെ ഇംഗ്ലീഷിനെ പറഞ്ഞു, ഞാൻ മലയാളത്തിനെ പറഞ്ഞു. പിന്നെ ചിരിച്ചു. പിന്നെ എൻ്റെ കൈ കൊടുക്കാൻ പാടില്ല എന്നാണ് അവർ പേറ്റ് തന്നത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഓടിച്ചു. നമ്മൾ കൈ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കൊടുക്കാതെ നമ്മൾ അങ്ങനെ വരുന്നത് നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വെച്ച് ഇങ്ങനെ നിന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. എൻ്റെ കൈനെ വിലച്ചിട്ട് അവർക്ക് ഇടുക്ക് കുടിച്ചു. സന്തോഷമായിട്ട് ചിരിച്ചു. അവരുടെയും തന്നു. അതാണ്. ഞാനും ചിരിച്ചു, അമ്മളും ചിരിച്ചു. അപ്പം ഞാൻ അമ്മൻ്റെ കയ്യിൽ വാങ്ങിയാനാണ് സന്തോഷമായിട്ട് കേരളത്തിനിരുന്ന് ഡൽഹി രാജ്യത്തിന് വണ്ടി കയറി വന്നതെന്ന് ഞാൻ ചിരിച്ചു പറഞ്ഞിട്ട് അമ്മൾ സന്തോഷമായി. പിന്നെ അവരുടെ തന്നിട്ട് ഇനി പോയി നല്ലപോലെ ചേരണം കേട്ടോ എന്ന് പറഞ്ഞു. സന്തോഷമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. അത്രയും മക്കളും എണിച്ചു നിന്നു. ഞാൻ സ്റ്റേജിനെ കയറുമ്പോഴേക്കാണ് അത്രയും മക്കളും എണിച്ചു നിന്നു. അതെ അതെ, അതാണ് ഞാൻ വാങ്ങിയ ഒരു അവാർഡിനെ കൂടി ഞാൻ സന്തോഷപ്പെട്ടിട്ടുണ്ട്. മക്കളിനാണ് എനിക്ക് ആ സന്തോഷപ്പെട്ടത്. ഇത്രയും മക്കൾ എനിക്ക് അടുത്ത് ഒരു ഒത്തശയുണ്ട് എന്നാണ് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം വന്നത്. അതെ, ഇനി നമ്മൾ അവാർഡിനെയും കൂടി ഞാൻ സന്തോഷം അവർ തന്നു, ഞാൻ വാങ്ങി. കാണാനും അതെ, അനുഗ്രഹമാകാനും പറ്റി. അതാണ് സത്യമായിട്ട്.